ഇപ്പൊ താങ്കളുടെ ലൈഫിൽ താങ്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്? ഏറ്റവും പേടിക്കുന്ന എന്റെ മദറിനെ സംഭവിക്കുന്ന പേടിയുണ്ട്. കാരണം പുള്ളിക്കാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല. എത്ര വയസ്സുണ്ട് ആൾക്ക്? 74 വയസ്സുണ്ട്. പുള്ളിക്കാരത്തിലെ കാലം കഴിഞ്ഞ് എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണൻ തന്നെയാണ്. കുക്കിംഗ് വാഷിംഗ് പുള്ളിക്കാരത്തി ചെയ്യും. പക്ഷേ ഈ ടാക്സ് അടയ്ക്കുക, ബില്ല് അടയ്ക്കുക, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എന്റെ മേലിലാണ്. ഞാനെല്ലാം ചെയ്യുന്നു. എനിക്കിപ്പോ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അമ്മയും മാത്രമേ ഉള്ളൂ? ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD ചെയ്യണം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടും പറഞ്ഞ പോലെ ആകെ ഫ്രൈഡേ മാത്രമാണ് 1:30 പോകുന്നത്. അതായത് ഇത് പെരേരക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് മാത്രമായിട്ട് നടക്കാം. ഇപ്പൊ പോറുണ്ടോ? സിനിമ കാണാൻ പോറുണ്ടോ? ഇന്നലെ പോയിട്ടായി. രാവിലെ ഒരു വൈകുന്നേരം വരെ പെരേരക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്കാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അല്ല, ഞാൻ എന്തോ ന്യൂസ് കേട്ടിരുന്നു, അണ്ണനെ വനിതാ തിയേറ്റർ കേട്ടിരുന്നു പറഞ്ഞിട്ട് എന്തോ ന്യൂസ് പോലീസ് കേസ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണുന്ന യാതൊരു കുഴപ്പമില്ല. അല്ല, ടിക്കറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാൻ അതിന് ശേഷം അറിഞ്ഞു, ഈ അടുത്തറിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ടെങ്കിലും ആളെ കയറ്റരുത്. അങ്ങനെ അത് ഒട്ടും അത് ലീഗലി കട്ടല്ല. എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം, ഒരാളുടെ റിവ്യൂ മാത്രം ബാൻ ചെയ്യാനും പറ്റില്ല. കുറച്ച് കളി കണക്കുണ്ട്, സിനിമാക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിന്ന് കൊടുക്കട്ടെ. ഇപ്പൊ സാന്ദ്ര തോമസ് ഒതുക്കാൻ നോക്കുന്നില്ലേ, അതുപോലെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ വിട്ടു. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ അമ്മ ഇലക്ഷൻ വരാൻ പോവാണ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇലക്ഷൻ വരാൻ പോവാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്ന് സാന്ദ്ര അത് കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നമായിരുന്നു. അവര് മത്സരിച്ചാണ് തോപ്പിക്കേണ്ടത്, ഇങ്ങനെയല്ല. അവർ പറഞ്ഞ മുന്നേ സത്യങ്ങളാണ്. ഇപ്പൊ അമ്മാണ് ഓലീസ് പറഞ്ഞാൽ ഓലീസിനെ ആവശ്യമില്ല. അത് തുടങ്ങിയ കാലം മുതലേ പ്രശ്നമാണ്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഫാദർ സുകുമാരനിൽ അന്ന് ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. ആ അസോസിയേഷൻ എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ 5,000 രൂപ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 5,000 കൊണ്ടും ജീവിക്കാൻ പറ്റില്ല. ഇത് പ്രശ്നങ്ങൾ മാത്രമേ അമ്മ ഓലീസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന്റെ ആവശ്യമേ ഇല്ല, ഒരു ഗുണവുമില്ല അതുകൊണ്ട്. ഇപ്പൊ ഈ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഒരു മമ്മൂട്ടി മോഡൽ ഉണ്ടായിരുന്നപ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈവൻ ശ്വേതാമേന്റെ കേസ് വളരെ ബാലിഷ്ടമായ കാര്യമാണ്. സിനിമയിൽ അഭിനയിച്ചത് കഥാപാത്രമാണ്, അതായത് ആളല്ല. അയാൾ കൊടുത്ത കേസ് ഒരു ലോജിക്കില്ലാത്ത കേസാണ്, ഒരു യുക്തിയില്ലാത്ത കേസാണ്. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റായിട്ട് ആര് വരണം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ലേഡീസ് വരുന്നെങ്കിൽ ശ്വേതാമേനോട് അങ്ങനെ ആരും വരുന്നെങ്കിൽ നല്ല. കാരണം ഇവിടെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പോലും ലേഡി അല്ല. പെണ്ണുങ്ങൾ വരട്ടെ, അതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലോ സാന്ദ്ര തോമസ് കേട്ടാൽ അവർ വളരെ ജെന്യൂനാണ്. എല്ലാം ജെന്യൂനായിട്ട് അവരവനെയൊക്കെ ഏറ്റവും നല്ലത്. ഇവർ സിനിമയിൽ ഒരുപാട് ലോബികളും കുറെ മെന്റൽ ഗെയിംസും മറ്റും നടക്കുന്നുണ്ട്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ദിലീപിനെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്നുള്ളത്. താങ്കളുടെ ഒരു അഭിപ്രായം? അത് സിദ്ദിഖ് പാട്ട് പറഞ്ഞ പോലെ ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റം ചെയ്യേണ്ടിയില്ലോ എന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലർ പറയും ട്രാപ്പാണ് പറയാനു. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ 50-50 ആണ്. 50 പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്, 50 ചെയ്യാൻ സാധ്യതയില്ല, ട്രാപ്പാൻ സാധ്യതയുണ്ട്. എന്താണ് കാര്യം പുള്ളിക്ക് അറിയുള്ളൂ. അത് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഈ കേസ് ഇത്രത്തോളം വലിച്ചു നീട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതല്ല, പുള്ളിയുടെ അഡ്വക്കേറ്റിന്റെ കളിയാണ്. അഡ്വക്കേറ്റ് കളി എന്താ സത്യം നമുക്കറിയില്ല. ഇപ്പൊ വേടന്റെ കേസിൽ ഇപ്പൊ വേടന് ഇപ്പൊ എന്താണ് നടന്നത്, മ്യൂച്വൽ കൺസെന്റിലാണോ അല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ലീഗലി ആണെങ്കിൽ പോലും ഇവര് പല ആൾക്കാരും രക്ഷപ്പെട്ടുന്നുണ്ട്. കള്ളത്തം ചെയ്തിട്ടും ഇത് ചെയ്തിട്ട് രക്ഷപ്പെട്ടുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയാണ്. ഇപ്പൊ ക്രിക്കറ്റിൽ പണ്ട് കോഴവാദം അസൂർദീമനാണ് ഉണ്ടായത്. അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ കോടതിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്തതിനും രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് രക്ഷപ്പെടാൻ. ഇപ്പൊ ഒരുപാട് സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ ദിലീപിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ ഇത്രയും വർഷത്തോളം മീഡിയ കൊണ്ടുവന്നാണ്. മീഡിയ ആണ് അത്രയും. പണ്ട് ഇതിനെക്കാട്ട് പല സംഭവം നടന്നിട്ടുണ്ട്. അതും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അതിനുശേഷം ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഈ പറയുന്ന പെണ്ണ് കേസുകൾ വന്നു. പക്ഷെ അതെല്ലാം പോയി, അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അമ്മേന്റെ പല ആൾക്കാർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി പേടിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വരുന്നില്ല, അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭ വരെ ഒരു പെണ്ണ് കാരണം മാറിപ്പോയതാണ്. അത് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസാണോ? അതെ, അത് വളരെ അതും ശരിയായ വളരെ അങ്ങനെയാണോ? ഓക്കെ, സ്ത്രീ വിഷയമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബിൽ ക്ലിന്റനെക്കാട്ടും മോശക്കാരനെ ആൾക്കാർക്ക് ചിത്രീകരിക്കുന്നത് ബിൽ ക്ലിന്റനാണ്. ഒരു സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞാൽ പോക്കാണ്. ഒരാണിന് അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ബിൽ ക്ലിന്റനാണ് ഏറ്റവും മോശക്കാരനെ എടുക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അത് വുമൺ കാർഡ് കുറെ കളിക്കുന്നുണ്ട് ഇപ്പൊ.
നിയമങ്ങൾ മാനിപ്പുലേറ്റ് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെണ്ണിനെ വെച്ച് നമുക്ക് ഒരു ആളാണ് എന്റെ പേരിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ആ വ്യക്തിയെ കണ്ടിട്ടില്ല, കാണാത്ത ആളെ കണ്ടുപോലുമില്ല. ഒരാളുടെ ജീവനങ്ങളെ ഒരു കുഴപ്പമില്ല, വളരെ എളുപ്പം നിയമം മിസ്യൂസ് ചെയ്യാം. ഇപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വരണം, എല്ലാം സംഭവിക്കണം. പക്ഷെ അതിന്റെ ഒപ്പം ഇന്ന് ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു പെണ്ണിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് പണി കിട്ടുന്ന അറിയില്ല. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. നിങ്ങളായിട്ട് ആദ്യമായിട്ട് ഇന്റർവ്യൂ നമ്മൾ അല്ലാതെ പോഡ്കാസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-to-1 ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റിയത്. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി, എന്റർടൈനിങ് ആയിരുന്നു. ഇനി ഇന്റർവ്യൂ കൂടുതൽ സിനിമയെക്കാട്ടും മറ്റു വേറെ കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ.